370 രൂപയുടെ ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട് പെൺകുട്ടിയുടെ അടിവസ്ത്രത്തിൽ കൈയിട്ടു. ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന് 370 രൂപ വിലയിട്ടവൻ. വെൽക്കം ബാക്ക് ടു മിസ്റ്ററീസ് വിത്ത് അമൃത. രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കണമെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. तो हमने चिकन बिरयानी खाई, वो हाई होगी 360-370 रुपए की. फिर वो कहते घर छोड़ाओ. महा यार 370 रुपए लगे हैं, मैं वसूलता करूँगा. तो बात करते करते मैं उसका हाथ में ऐसे अंदर आ ले. तो उसने मेरा हाथ पकड़ लिया. नहीं यार हम दोस्त हैं. ഹിമാൻഷു ജാഗ്ര എന്ന പേരിലുള്ള ഒരു 23 വയസ്സുകാരൻ, ഒരു വെബ് ഡെവലപ്പർ, ഒരു കോമഡി ഷോക്കിടയിൽ കൊമേഡിയൻ പ്രേക്ഷകരോട് ഡേറ്റ് അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ ഒരു യുവാവ് പങ്കുവെച്ച വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഡേറ്റിന് പോയപ്പോൾ ഈ യുവാവ് ഈ പെൺകുട്ടിക്ക് 370 രൂപയുടെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. എന്നാൽ ഇവൾക്ക് അവനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഈ ചിരിക്കുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ ഇരുട്ടിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി. അവളുടെ ശരീരത്തിൽ ചുംബിച്ചു സ്പർശിച്ചു. വളരെ മോശമായ രീതിയിലാണ് ഈ യുവാവ് കോമഡി ഷോയിൽ വെളിപ്പെടുത്തിയത്. എങ്ങനെയാണ് അവിടെയുള്ളവർക്ക് ഇത്ര അപകടകരമായ ഒരു പ്രവൃത്തിയെ നോർമലൈസ് ചെയ്യാൻ കഴിയുന്നത്? അവർ പൊട്ടിച്ചിരിച്ചു, ആഹ്ലാദിച്ചു. അതും സമൂഹം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും. ഒരു ഡേറ്റിന് ചിലവഴിച്ച പണത്തിന് പകരമായി ഒരു സ്ത്രീയുടെ ശരീരത്തിലോ സ്വകാര്യതയിലോ അവകാശമുണ്ടെന്ന ചിന്താഗതി ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണിത്. പുതിയ ജനറേഷനും ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഡേറ്റിംഗ് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പോട്ടെ, ഇതേ ഷോയിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പങ്കുവെച്ച കാര്യമാണ്. പുരുഷ മൃതദേഹങ്ങളെ കാണുമ്പോൾ താനും തന്റെ സഹപാഠിയും ശരീരത്തെ കുറിച്ച് തമാശ പറയാറുണ്ട്. നോക്കണേ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പബ്ലിക്കായി പങ്കുവെച്ച കാര്യമാണ്. പേഷ്യന്റിന്റെ സൈസിനെ കുറിച്ച് വരെ പറഞ്ഞു. നോക്കണേ, ഇതൊരു ആൺകുട്ടിയാണെങ്കിലോ പറഞ്ഞതെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുക? പൊതുജനങ്ങളുടെ മുന്നിൽ എന്ത് പറയണമെന്ന വിവേചന ബുദ്ധി പോലും ഇന്നത്തെ ജനറേഷന് ഇല്ല. ശവത്തിൽ കുത്തുന്ന കോമഡികളാണ് പുറത്തു വരുന്നത്. ഒരു ക്രിമിനലിന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സമൂഹം അവനെ നോക്കി ചൂണ്ടിക്കാണിക്കണം. പകരം ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്താൽ സിനിമയിലെ പോലെ മാസ് പരിപാടി ചെയ്ത പോലെയാകും. പണം ചെലവഴിച്ചാൽ സ്നേഹമോ ശരീരമോ തിരിച്ചു കിട്ടണമെന്ന ചിന്ത തന്നെ തെറ്റാണ്. സമ്മതം, കൺസെന്റ് എന്നത് വാങ്ങാനോ നിർബന്ധിക്കാനോ കഴിയുന്നതെന്നല്ല, അതൊരാളുടെ അവകാശമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ഇറ്റ് ബിലോ. ഹിറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.